പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാമം ജപിക്കുന്ന വീട് എന്ന പരമ്പരയിൽ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കാർത്തികിന്റെ അമ്മ ശാരദ വിവാഹത്തിന് സമ്മതമാണ് എന്നുള്ള കാര്യം വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് ആരതിയുടെ കാര്യങ്ങളെല്ലാം ആരതിയുടെ അമ്മയും അച്ഛനും പറയുന്നു. എന്നാൽ തന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് രമേശൻ നായർ തന്റെ കൈ കാർത്തികിന് പിടിച്ചു കൊടുത്താൽ മാത്രമേ താൻ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് ആരതി എടുത്തത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ഇതേ തുടർന്ന് അരുന്ധതി കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി രമേശൻ നായരുടെ അടുത്തേക്ക് ചെല്ലുകയും ഇവരുടെ വിവാഹം മാത്രമായി നടത്താൻ സാധിക്കുകയില്ല എന്നും നന്ദയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി കുറച്ചു സമയം എന്തായാലും ചോദിക്കണം എന്നും പറഞ്ഞതിനെ തുടർന്ന് ആ കാര്യം താൻ ചിന്തിക്കുന്നുണ്ട് എന്നും, പക്ഷേ നന്ദയ്ക്ക് ഉടൻ തന്നെ ഒരു വരനെ കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് കുഴപ്പമെന്ന് വ്യക്തമാക്കുന്ന രമേശൻ നായർ അതുകൊണ്ട് തന്നെ ഉടനെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനൊക്കെ ഒരു വഴി തെളിഞ്ഞു വരും എന്ന് അരുന്ധതി മറുപടി നൽകുന്നു. ഇതിനിടയിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനു വേണ്ടി കാർത്തികിനെയും കൂട്ടിക്കൊണ്ട് അമ്മ ആരതിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ അവിടേക്ക് കാർത്തികിന്റെ അമ്മാവൻ കടന്നു വരികയും കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ആരതി ഉണ്ണിരവി വർമ്മയുടെ മകളല്ല എന്നും ഉണ്ണിരവി അരുന്ധതിയെ ഉപേക്ഷിക്കാൻ കാരണം അവരുടെ അവിഹിതമാണ് എന്നും അങ്ങനെയുള്ള അവിഹിതത്തിൽ ജനിച്ച കുട്ടിയാണ് ആരതി എന്ന് പറയുകയും ചെയ്യുന്ന അയാൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മതി അവളുടെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഉണ്ണിരവിയുടെ മാനേജരെ ചെന്നു കാണുന്നതിനായി മുരളിയും അതുപോലെ തന്നെ കാർത്തികും തീരുമാനമെടുക്കുന്നു. ഇതേ തുടർന്ന് ഉണ്ണിരവിയുടെ മാനേജരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ തുറന്നു ചോദിക്കുന്ന അവരോട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന മാനേജർ ഒടുവിൽ എന്തായാലും ആരതി നല്ലൊരു പെൺകുട്ടിയാണ് എന്നും അതുകൊണ്ട് തന്നെ ഡോക്ടറായ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ചോദിക്കുന്ന അയാൾ വിവാഹം നടത്തി കൊടുക്കേണ്ടതും കൊടുക്കാതിരിക്കേണ്ടതും നിങ്ങളുടെ ചുമതലയാണ് എന്നും താനെന്തായാലും വിവാഹം മുടക്കാൻ ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കുകയും നിങ്ങൾക്ക് പോകാമെന്നും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നും പറയുന്നു. ഇതേ തുടർന്ന് എന്തായാലും ഉണ്ണിരവിയുടെ മകളല്ല ആരതി എന്നുള്ള കാര്യം ഉറപ്പായി എന്ന് വ്യക്തമാക്കുന്ന മുരളി ഇനി വിവാഹം മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാർത്തിക് പകച്ചു പോകുന്നു. എന്നാൽ ഇതേ തുടർന്ന് ശാരദ ആരതിയുടെ വീട്ടിലേക്ക് വിളിക്കുകയും പുതിയ സംഭവങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അരുന്ധതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അരുന്ധതി ഒടുവിൽ ഉണ്ണിരവിയെ പോയി കാണാൻ തീരുമാനമെടുക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.